പലരും വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഭദ്രകാളിയോ ഭയങ്കര കുഴപ്പമാണ്, അടി കിട്ടും അങ്ങനെ. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമ്മയെന്ന് വിളിച്ചിട്ട് തല്ലാനാണ് അവരോട് ചെയ്യുന്നത്? ക്ഷേത്രങ്ങൾ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും അതെ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തന്നെ. കാമം എന്ന് പറയുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങളെ പറയുന്നു. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹം ഞാൻ അടക്കി വയ്ക്കുന്നതാണോ നല്ലത് സാധിപ്പിക്കുന്നതാണോ? പക്ഷെ മറ്റ് പല ദേശങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കുറയുള്ളൂ. അവർക്ക് ശൈവമാണെങ്കിൽ ശൈവം തന്നെയാണ്, വൈഷ്ണവനെ വൈഷ്ണവമാണ്. അവർക്ക് മറ്റു മൂർത്തികളെ മാറി മാറി പൂജിക്കാനുള്ള വിധി പോലും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും? എന്ത് വിഷയം? എല്ലാം ഈ ഒരേ ഒരു ബ്രഹ്മം തന്നെയല്ലേ, എന്നത്തെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഇതിന് ചക്രത്തിന് വെളിയിൽ ആരുമില്ല, എല്ലാം ചക്രത്തിനകത്താണ്. ഈ സൈക്കിള് എല്ലാവരും റിപ്പീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കലിയായാലും ഞാനായാലും അങ്ങായാലും വിഷ്ണു ആയാലും ഒക്കെ. ആകെ വെളിയിൽ നിൽക്കുന്ന ആൾ മഹാദേവനാണെന്ന് പറയും റഫറി, ബാക്കി എല്ലാവരും ഇതിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ശങ്കരനാരായണൻ വിഷ്ണുവും ശിവനും കൂടെ ചേർന്നതാണ്. അപ്പൊ ശങ്കരനാരായണനെ ഏത് ഇതിൽ ഉൾപ്പെടുത്തും? ശങ്കരനാരായണൻ ശൈവം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അനാഹത ചക്രത്തിന് മുകളിലേക്ക് ഉള്ള ദേവതയെല്ലാം ശൈവമായിട്ട് കൂട്ടുന്ന കൂടെ അനാഹത ചക്രത്തിന് അനാഹത ചക്രമാണ് ശങ്കരനാരായണന്റെ സ്ഥലം. അതുകൊണ്ട് ശങ്കരനാരായണൻ മിശ്രമൂർത്തി എന്ന് പൊതുവെ പറയുമെങ്കിലും ശൈവം തന്നെയാണ് ശരിക്കും. ശിവനാണ്, ശിവചൈതന്യമാണ്. കാരണം ഏതാണ് മുകളിലുള്ള അതിനെയാണ് എടുക്കേണ്ടത്. ഇപ്പം വൈഷ്ണവം എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, വിഷ്ണു ഗ്രന്ഥി എന്ന് പറയുന്നത് രുദ്രഗ്രന്ഥിക്ക് താഴെ ആയതുകൊണ്ട് എപ്പോഴും രുദ്രഗ്രന്ഥിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പം അങ്ങ് പറഞ്ഞു അതിൻ്റെ ചക്രങ്ങൾക്കനുസരിച്ചാണ് അതിന് മാറ്റം വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമോ? അതായത് ഏത് ചക്രത്തിന് മുകളിലോട്ടാണ് ശൈവവും ഏത് ചക്രത്തിന് താഴോട്ടാണ് വൈഷ്ണവവും, എങ്ങനെയാണ് ശാക്തേയവും വരുന്നതെന്ന് പറഞ്ഞു തരാമോ? അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ 7 ചക്രങ്ങൾ കൂട്ടി. ശക്തി എന്ന് പറയുന്നത് എല്ലാ ചക്രങ്ങളിലും അന്തർലീനമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ശൈവ എല്ലാ ചക്രങ്ങളിലും എല്ലാ ആധാര ദേവതകളുടെയും കൂടെ ശക്തി ഉണ്ടാവും. പിന്നെ വൈഷ്ണവം എന്ന് പറയുന്നത് അനാഹത ചക്രം, അനാഹത ചക്രത്തിന് താഴേക്കാണ് വൈഷ്ണവമായിട്ട് കണക്കാക്കുന്നത്. അനാഹത ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്രം ഹൃദയമധ്യത്തിലാണ് വരുന്നത്. മൂലാധാരം മുതൽ താഴേക്കുള്ളതൊക്കെ വൈഷ്ണവമായിട്ടും അതിന് മുകളിലേക്ക് ശൈവമായിട്ടുമാണ് യോഗ സമ്പ്രദായത്തിൽ. എന്നാൽ നമ്മൾ ഷഡ്പീഠ അല്ലെങ്കിൽ എന്താ അവർ പറയുക, സപ്തദേവത നിരൂപണം നമ്മൾ ചെയ്യുമ്പോൾ ആ ഓരോ ദേവതയ്ക്കും പ്രത്യേകമായിട്ട് ശൈവമാണോ വൈഷ്ണവമാണോ എന്ന് ആദ്യം തന്നെ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം ഗണപതി അതോ മൂലാധാരത്തിൻ്റെ ദേവതയാണെങ്കിൽ പോലും അത് ശൈവമായിട്ടാണ് എടുക്കുന്നത്. സ്വാധിഷ്ഠാനത്തിൽ ശിവനുണ്ട്, അത് ശൈവമാണ്. മണിപുരത്തിൽ വിഷ്ണുവുണ്ട്, അതും വിഷ്ണുവായിട്ടാണ് എടുക്കുന്നത്. അനാഹതത്തിൽ ശങ്കരനാരായണനുണ്ട്, ശൈവമായിട്ട് എടുക്കും. അതിന് മുകളിൽ വിശുദ്ധിയിൽ സുബ്രഹ്മണ്യനെ ശൈവമായിട്ട് എടുക്കും. ആജ്ഞയിൽ ശാസ്താവിനെ ശൈവമായിട്ട് എടുക്കും. അതിന് മുകളിലേക്ക് ദുർഗപക്ഷ വൈഷ്ണവമാണ്. അപ്പോൾ അവിടെ ഈ മൂർത്തിഭേദം നമ്മൾ യോഗ സമ്പ്രദായത്തിലും തന്ത്രത്തിൻ്റെ വഴിയിലും രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ അവർ ഉപാസന ചെയ്യുന്നത് പല ദേവതകളായിരിക്കും. ശൈവപരമായിട്ട് ചെയ്യുന്ന ഉപാസന ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വൈഷ്ണവം കാണും, അല്ലെങ്കിൽ ശക്തയും കാണും. അങ്ങനെ എല്ലാം ചെയ്തു വരുമ്പോഴും അവരുടെ ദേവത ഏതാണ് എന്ന്, ഇപ്പം ശിവനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ അവരുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത് വിഷ്ണു ആയിരിക്കും. അപ്പം അങ്ങനെ വ്യത്യാസം വരാമല്ലോ. അതായത് അവർക്ക് വിധിപ്രകാരം ചെയ്യേണ്ടത് ഒരു മൂർത്തിയാണ് എന്ന് അങ്ങനെ ഒരു വിധിയുണ്ടോ? അതായത് ചില ആളുകളുണ്ട് അവരുടെ, നോക്കൂ, ഓരോ കുലങ്ങൾക്കും ഒരു ദേവതയുണ്ട്. ആ കുലദേവത നമ്മൾ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൂടാണ്ട് തന്നെ ഇഷ്ടദേവത ഉണ്ടാവും, പ്രത്യേകമായിട്ട് ഉപദേശം കൊടുത്ത ഒരു ഉപാസനാമൂർത്തി ഉണ്ടാവും. എല്ലാ ദേവതകളെയും സ്മരിക്കേണ്ടതാണ്. പൊതുവെ കേരള ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കിവിടെ ശൈവശാക്തയ വൈഷ്ണവ ഭേദമില്ല. നമ്മൾ തൊടുന്ന കുരു തന്നെ നോക്കിയാൽ മതി. ഭസ്മം തൊട്ട് ചന്ദനം തൊട്ട് അതിന് മുകളിലാണ് നമ്മൾ കുങ്കുമം. അത് നമുക്ക് ശൈവശാക്തയ വൈഷ്ണവ ഭേദമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ മറ്റ് പല ദേശങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കുറയുള്ളൂ. അവർക്ക് ശൈവമാണെങ്കിൽ ശൈവം തന്നെയാണ്, വൈഷ്ണവനെ വൈഷ്ണവമാണ്. അവർക്ക് മറ്റു മൂർത്തികളെ മാറി മാറി പൂജിക്കാനുള്ള വിധി പോലും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും? എന്ത് വിഷയം? എല്ലാം ഈ ഒരേ ഒരു ബ്രഹ്മം തന്നെയല്ലേ, എന്നത്തെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അല്ല, ഞാനൊരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം ശിവനെ മാത്രം തൊഴുകുന്ന ഒരാൾ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ മാത്രം പോകുന്ന ഒരാൾ ഒരു ദിവസം എന്തെങ്കിലും മറ്റു കാരണത്താൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നു. പിന്നീട് അയാൾക്കുള്ളിൽ ഭയമായിരിക്കും, ഇനി ശിവൻ എന്തെങ്കിലും തോന്നുമോ, അല്ലെങ്കിൽ ശിവൻ അത് കാരണം അദ്ദേഹത്തിനോട് കോപിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും, അതായത് ഭക്തിയുടെ മറ്റൊരു ലെവലാണ്. അത് നോക്കൂ, 3 തരത്തിലുള്ള അനുഷ്ഠാനമുണ്ട്. ഒന്ന് പശുസമബുദ്ധി. പശുസമബുദ്ധിയായിട്ടുള്ള ആൾക്കാരെ പൂജാമണ്ഡലത്തിൽ പ്രവേശിപ്പിക്കരുത്. പിന്നെ വീരോപാസകരായിരിക്കും പൂജാമണ്ഡലത്തിലൊക്കെ ഇരിക്കുന്നവർ. അതൊന്നും വിശദമായിട്ട്. അടുത്തത് 3ാമത്തെ ഘട്ടം ദിവ്യോപാസകരാണ്. ദിവ്യോപാസകർ അതിനൊക്കെ മോളിപ്പോയവരാ. പശുസമബുദ്ധിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഗണപതിക്ക് കൊടുത്ത ഉണ്ണിയപ്പത്തിലോ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, മനസ്സിലായോ? ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഭസ്മം തൊട്ടുകൊണ്ട് പോയതുകൊണ്ട് ഭഗവാൻ എന്നോട് ദേഷ്യം വരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ പശു ബുദ്ധികളെന്ന് വിളിക്കും. അവരെ പൂജാമണ്ഡലത്തിൽ പ്രവേശിപ്പിക്കരുത്. അത് പൂജ ചെയ്യുന്നതിന് യോഗ്യരല്ല. പൂജ അവർ തൊഴാൻ മാത്രമേ യോഗ്യരായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ദീപാരാധനയായി തൊഴുതോളൂ. അപ്പോൾ തൊഴൂലേ?
അങ്ങനെ അതിനു വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് കാരണം അവരെ അടുപ്പിച്ച കുഴപ്പമാണ്. ഇവർ മനസ്സിൽ പാപചിന്തയോടുകൂടി പല വിഷയവും കൈകാര്യം ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭക്തജനിൽ ഒരു 80% പേരും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഭക്തജനങ്ങളിൽ ദിവ്യോപാസകരായിട്ടുള്ളവരുണ്ട്, വീരോപാസകരുണ്ട്, പശുബുദ്ധികളുണ്ട്. പശുസമബുദ്ധികളെ നമുക്കറിയാം. ക്ഷേത്രങ്ങളിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. അത് പശുസമബുദ്ധിയാണ്. ഇപ്പം അകത്തേക്ക് പോരുത്തിരി കെട്ടുപോയി, ദീപാരാധനയ്ക്ക് ഒഴിഞ്ഞപ്പം കർപ്പൂരം കെട്ടു, അപ്പോൾ അത് അനിഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ. പശുസമബുദ്ധികളാണ്. അടുത്ത തലം വീരോപാസകരെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്ത ആളാണ്, എന്നെ അറിയാത്ത ആളാണ് ഈ ഗണപതി. എൻ്റെ ഒരു ഉണ്ണിയപ്പം കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന്. ഞാൻ ഇന്ന് കൊടുത്തില്ലേ നാളെ ഞാൻ 1000 ഉണ്ണിയപ്പം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഇതാണ് വീരോപാസകർ. ദിവ്യോപാസകർ അങ്ങനെയല്ല. ദിവ്യോപാസകർ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് എന്നെ അറിയാം. അങ്ങനെയാണ് ഈ ഭക്തജനങ്ങളെ തിരിക്കുന്നത്. അപ്പോൾ ദിവ്യോപാസകനായിരിക്കും തന്ത്രി. പൂജാരി ഇതേപോലെ, അതായത് പശു ഉപാസകനായി പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും നശിച്ചു പോകും, അത്രേ ഉള്ളൂ. ക്ഷേത്രം നശിച്ചു പോകും. പക്ഷെ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പൂജ കഴിക്കുന്ന ആൾ ഭയാശങ്കകൾ കൂടാതെ വേണം കഴിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പാപമാണെന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യം മഹാഭാവമായി പോകും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പൂജ കഴിക്കുന്ന ആൾക്ക്, അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് പേടിയായുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ രോഗിയുടെ കാര്യം തിരിയും. അതെ. പക്ഷെ ഇന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതായത് പൂജ, ജാതി മതഭേദമന്യേ പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഇവർക്കൊരു ഭയമായിരിക്കും ക്ഷേത്രത്തിൽ ദേവനെ പൂജ കഴിക്കാനോ അല്ലെങ്കിൽ ഓരോ പൂജകൾക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാന്തിക്കാരോട് അങ്ങനെയൊക്കെ എന്താണ് പറയാനുള്ളത്? പേടി മാറ്റുക. പേടി മാറുന്ന എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്നത് കാര്യത്തിൽ നമുക്ക് തീർച്ചയുള്ളപ്പോഴാണ് പേടി മാറുന്നത്. പിന്നെ നമ്മൾ ആരെയാണോ സേവിക്കുന്നത് ആ ദേവൻ എന്താണെന്ന് നമുക്ക് ധാരണ വരണം. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ പേടി പോകും. പിന്നെ എനിക്കൊരു കുഴപ്പം വന്നാലും ആ കുഴപ്പത്തെയും കൂടി പരിഹരിക്കാനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നതെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഈ പേടിയൊന്നും ഉണ്ടാവില്ല. പലരും വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ഭദ്രകാളിയോ ഭയങ്കര കുഴപ്പമാണ്, അടി കിട്ടും, ഇങ്ങനെ. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമ്മയെന്ന് വിളിച്ചിട്ട് തല്ലാനാണോ അവരോട് ചെയ്യുന്നത്? അല്ലേ? അതെ, അമ്മയെന്നാണ് വിളിക്കുന്നത്. ആ ദാരികനെ തന്നെ ആ ശൂലത്തിൽ ഇങ്ങനെ കോർത്തിട്ട് നിൽക്കുമ്പം ദാരകൻ മുകളിൽ നിന്ന് അമ്മയെന്ന് വിളിക്കുമ്പം പെട്ടെന്ന് കയ്യിലെടുത്ത് പിടിക്കുകയാണ് വാത്സല്യത്തോടെ. അത്ര വാത്സല്യമുള്ളൊരു ഭഗവതിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂർത്തിയൊക്കെ ഭയാശങ്കയോടുകൂടി പൂജിക്കുന്നവനെ നമ്മൾ എന്ത് പറയും? അതെ. അപ്പോൾ മൂർത്തിയെ പറ്റി ധാരണയില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ധാരണയില്ലാതെ വരുന്നത്? ഗുരുകുലങ്ങളുടെ അപര്യാപ്തതയാണ്. പ്രോപ്പറായിട്ടുള്ള നല്ല വിദഗ്ധനായിട്ടുള്ള ഗുരു ആയിരിക്കില്ല. ഗുരു തന്നെ പശുവിൽ അപ്പുറം പോയിട്ടുണ്ടാവില്ല. പിന്നെ ശിഷ്യനെ എങ്ങനെ പറഞ്ഞു വിടും? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഭഗവത് സേവയ്ക്ക് ഇട്ട പായസത്തിലൊരു കദളിപ്പഴം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പേടിക്കുന്ന ആളായിരിക്കും ഗുരു. അപ്പം ശിഷ്യൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ പഠിപ്പിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെയുള്ളടത്ത് പോയി പഠിക്കാതെ ഇരിക്കുക. എന്നിട്ടും പേടി മാറുന്നില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. ഈ ചെയ്യുന്ന തെറ്റുകൾ, അതായത് ഇവർ പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഗുരു ഉപദേശം പോലെ ഒന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വരുന്ന തെറ്റുകൾ അവരുടെ ഭക്തി കൊണ്ട് അത് മാറ്റാൻ കഴിയും. അതായത് ചിലർക്ക് ഭയങ്കര ഭക്തിയായിരിക്കും, കെട്ടിപ്പിടിച്ച് ബിംബത്തിൽ കെട്ടിപ്പിടിച്ചെന്ന് കരച്ചിലായിരിക്കും. ആ രീതിയിൽ ഭക്തിയുള്ള ആളുകളായിരിക്കും. അപ്പം അവർ ചെയ്യുന്ന തെറ്റുകൾ ആ ഭക്തി കൊണ്ട് ഇല്ലാതായി പോകുമോ? അല്ലെങ്കിൽ ആ ചൈതന്യം ക്ഷയം സംഭവിക്കാതെ അങ്ങനെ ഇരിക്കുമോ? ചൈതന്യക്ഷയമൊക്കെ വരും. പക്ഷെ ചൈതന്യക്ഷയം വന്നാലും ഉത്തമനായിട്ടുള്ളൊരു ഭക്തനാണെങ്കിൽ അയാളുടെ തെറ്റുകൾ പുറത്തു പോകും. എന്ന് വെച്ചാൽ ഇപ്പം ആ മൂർത്തിക്ക് ചൈതന്യക്ഷയം വന്നാലും ഈ ഭദ്രകാളി എന്ന് പറയുന്ന ഭദ്രകാളി, അപ്പോൾ ആ പർട്ടിക്കുലർ ക്ഷേത്രം ഒരു വടക്കുപുറത്ത് ഭഗവതി, ഇങ്ങനെയാണെന്ന് വെക്കാട്ടോ, അങ്ങനെ ഭഗവതി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഒരു ഭഗവതി, ഈ വടക്കുപുറത്ത് ഭഗവതിയെ സേവിക്കുന്ന മേശാന്തി സേവിക്കുന്നത് വടക്കുപുറത്ത് ഭഗവതി എന്ന് പറയുന്ന മൂർത്തിയാണ്. സാക്ഷാൽ ഭദ്രകാളി വേറെ ഉണ്ട്. ചൈതന്യം വലിയ മഹാചൈതന്യമായിട്ടുള്ള ഭദ്രകാളി ചൈതന്യമുണ്ട്. അയാൾ അറിഞ്ഞോ അറിയാതെയോ ആശ്രയിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഈ മൂർത്തിക്ക് വരുന്ന ക്ഷതങ്ങളെ അവിടെ നിന്ന് പരിഹരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? നല്ലൊരു ഭക്തനാണെങ്കിൽ അയാൾ വന്നൊരു പൂട്ടാലും മതി, അത് ഒരു പൂജയൊന്നും കഴിക്കണം പോലുമില്ല. അത് എന്തുകൊണ്ടാണ് ആവുന്നത്? അദ്ദേഹത്തിൻ്റെ കണക്ഷൻ അവിടെയാണ്. അവളുടെ ശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ യഥാർത്ഥ ദേവതയിൽ ശ്രദ്ധ ഇരിക്കുന്നിടത്തോളം കാലം കുഴപ്പം വരില്ല. പക്ഷേ എപ്പോഴെങ്കിലും പാപചിന്തയോട് കൂടിയാണ് അദ്ദേഹം സമീപിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് വിചാരിച്ചാൽ തെറ്റാവും. ഈ ക്ഷേത്രത്തിനുള്ളിൽ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളുണ്ട്.
ഇന്ന് പലപ്പോഴും അത്തരത്തിൽ ഭദ്രകാളി ക്ഷേത്രം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഭദ്രകാളി ഉപാസന ചെയ്തുകൊണ്ട് രക്തം കൊടുത്തും മാംസം കൊടുത്തും ആരും അറിയാതെ ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരെ പിന്നീട് എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്? അല്ല, ക്ഷേത്രം അതിനൊന്നുള്ള പദ്ധതിയല്ല. ക്ഷേത്രത്തിൽ നമ്മൾ കഴിക്കുന്നത് ശാന്തി എന്നാ പറയുക. 6 കർമ്മങ്ങളിലെ ആദ്യത്തെ കർമ്മമാണ് ശാന്തി. വശ്യം, മാരണം, സ്തംഭനം, ഉച്ചാടനം, ഭേദനം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന മറ്റു കർമ്മങ്ങളുണ്ടല്ലോ, അതൊന്നും ക്ഷേത്രങ്ങളിൽ പതിവില്ല. പക്ഷെ പണത്തിനായിട്ട് ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എല്ലാ സ്ഥലത്തും പിടിച്ചുപറിക്കാരും കള്ളന്മാരും ഖലന്മാരും ഒക്കെ ഇല്ലേ? അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും വന്നിട്ടുണ്ടാവും, ക്ഷേത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ടാവും. അത് ആ ശക്തിയെ ക്ഷയിപ്പിക്കത്തില്ലേ? ആ നാട് തന്നെ നശിച്ചു പോകില്ലേ? അങ്ങനെ സംഭവിക്കും, സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതായത് പണ്ട് തൊട്ടേ നമ്മുടെ ആചാരങ്ങൾ പറയുന്ന അനുസരിച്ച് ഒരു നാടിനൊരു ദേവത കാണാം. ആ ദേവത നശിച്ചു പോയാൽ ആ നാട് മുടിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞേക്കല്ല, അത് അനുഭവമാണത്. അത് യാഥാർത്ഥ്യമാണ്, അനുഭവമാണ്, സംശയമില്ല. ആ പ്രദേശത്തെ ആ ക്ഷേത്രം മുടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ നാട് തന്നെ മുടിയും. എത്രയോ സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ആ അവിടുത്തെ മൂലപ്രകൃതിയാണ് ആ ദേവത. അപ്പോൾ ആ ദേവതയ്ക്ക് ക്ഷതം വരുമ്പോൾ പ്രകൃതിക്ക് ക്ഷതം ഉണ്ടാവും, കൃഷി നശിക്കും, വെള്ളം കിട്ടാണ്ടാവും, സാവധാന രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഈ പ്രകൃതിയുടെ ഈ ചൈതന്യത്തെ ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു 4 ചുവരുകൾക്കുള്ളിലേക്ക് ആ ഒരു ചൈതന്യത്തെ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ടോ? അതായത് ഇന്ന് പല കാവുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ക്ഷേത്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? നോക്കൂ, എല്ലാ സ്ഥലങ്ങളും എല്ലാ ആരാധനാ പദ്ധതിയും ക്ഷേത്രമാക്കേണ്ട ആവശ്യമില്ല. കാവുകളായിട്ട് തന്നെ നിലനിന്നാൽ മതി. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ചില ആളുകളുടെ ഒക്കെ ചില പ്രവർത്തന ഫലമായി ചിലതൊക്കെ മഹാക്ഷേത്രങ്ങളായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സംരക്ഷിച്ച് ഭംഗിയായി കൊണ്ടുപോകുന്നിടത്തോളം കാലം വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് പൂർവാചാരത്തിലേക്ക് തിരികെ പോകേണ്ടി വരും. അല്ല, അത് പ്രകൃതിക്ക് തന്നെ അതൊരു ദോഷമായി ബാധിക്കത്തില്ലേ? അതായത് ആ പ്രകൃതിയുടെ ചൈതന്യത്തെ മുഴുവൻ, ആ ഒരു പ്രദേശത്തിൻ്റെ ചൈതന്യത്തെ മുഴുവൻ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് അവിടെ മാത്രം കൊടുക്കുമ്പോൾ ആ പ്രകൃതി, അതായത് അവിടെ പിന്നീട് എന്തെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ നാടിനും കൂടെ അല്ലേ അതിനൊരു ദോഷം ഉണ്ടായി മാറുന്നത്? അല്ല, അത് മുടങ്ങിയാൽ സ്വാഭാവികമായിട്ടല്ലോ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇവിടെ ചെയ്താൽ അവിടെയും വരും, അതാണ് തന്ത്രത്തിന്റെ തിയറി. അപ്പം നമ്മൾ സങ്കല്പം കൊണ്ട് ഇവിടെ ചെയ്യുന്നത് അവിടെയും സംഭവിക്കും. അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ചെയ്താൽ പ്രപഞ്ചത്തെ ബാധിക്കും, പ്രപഞ്ചത്തിലുണ്ടാകുന്നതെല്ലാം അവനവനെയും ബാധിക്കും. ഇതാണ് സങ്കല്പം അതിൻ്റെ. സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിലുണ്ടാകുന്ന നാശമെല്ലാം പ്രകൃതിയെ ബാധിക്കും, പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ക്ഷേത്രത്തെയും ബാധിക്കും. സ്വാഭാവികമാണ്. ഭക്തരെങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ പരിപാലനം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ അവർ ഇപ്പം എല്ലാവരും ചെന്ന് തൊഴുതിട്ട് പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ ഒരു ഭക്തൻ സമീപിക്കേണ്ടത്? ഭക്തൻ ആ ദേവൻ നമ്മുടെ മുത്തശ്ശനെ പോലെയോ മുത്തശ്ശിയെ പോലെയോ ഒക്കെ ഉള്ള ഒരാളായിട്ട് കണക്കാക്കണം ആദ്യം. അതുകൊണ്ടാണ് ഇവർക്ക് അമ്മ, അപ്പൻ എന്നൊക്കെ പേരിടാനുള്ള കാരണം. ചോറ്റാനിക്കര അമ്മ അല്ലേ, ഗുരുവായൂരപ്പൻ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം നമ്മളുടെ തന്നെ ഒരു കാരണവരായിട്ടോ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു വലിയ ആളായിട്ടോ ഒക്കെയാണ് നമ്മളവരെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് നമ്മളവരെ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അവിടെ അവർക്കുണ്ടാവുന്ന കുറവുകൾ നമ്മൾ പരിഹരിക്കണം. അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെ എല്ലാ വർഷത്തിലൊന്ന് അവിടുത്തെ ചെലവും പൂജയും നടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രത്തിൽ ചെയ്തു കൊടുക്കണം. പരമാവധി ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിക്കണം. എണ്ണ, നെയ്യ് ഇങ്ങനെയുള്ളതൊക്കെ നല്ലത് ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് വേണം ദേവന് കൊടുക്കാനായിട്ട്. പുഷ്പങ്ങളൊക്കെ മുടിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ, മുട്ടൊന്നും ഇല്ലാതെ പറിച്ച് എത്തിക്കണം. ഇത്രയൊക്കെ ചെയ്ത് ആശ്രയിച്ചാൽ മതി ആ ദേവതയെ. ആശ്രയിച്ച് കഴിയും നമ്മുടെ അമ്മയെ നോക്കുന്ന പോലെ തന്നെ ദേവനെ നോക്കുക, നമ്മുടെ അച്ഛനെ നോക്കുന്ന പോലെ നോക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളെ നോക്കി കാണുന്നത്. ക്ഷേത്രങ്ങൾ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണോ? ഉറപ്പായിട്ടും അതെ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നല്ലേ. കാമം എന്ന് പറയുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങളെ പറയുന്നു. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹം ഞാൻ അടക്കി വെക്കുന്നതാണോ നല്ലത്, സാധിപ്പിക്കുന്നതാണോ നല്ലത്? സാധിപ്പിക്കുന്നതാണ്. അതോടുകൂടി ആഗ്രഹം കഴിഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് സൈക്കിൾ ചവിട്ടാനുള്ള ആഗ്രഹം തീർന്നപ്പോഴാണ് ആ ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടിയതിന് ശേഷം അതില്ലെങ്കിലോ ആ ഒരു ആഗ്രഹം മനസ്സിൽ തന്നെയാണ്. അത് തന്നെ. എനിക്കിപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, മറ്റേ റിമോട്ടിൽ പറപ്പിക്കുന്ന ഒരു ഹെലികോപ്റ്റർ മേടിക്കണം. ഇപ്പോഴും ഉണ്ട്. അതിനിപ്പോൾ കുഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യാറാകുന്ന കാലത്ത് ഞാനത് വാങ്ങിക്കും. എനിക്കും പറപ്പിക്കാം, അവൾക്കും പറപ്പിക്കാം. അപ്പം എൻ്റെ ആഗ്രഹമാണത്. ആ ആഗ്രഹം എനിക്ക് ഉള്ളിൽ കിടക്കുമ്പോൾ ഞാനത് സാധിപ്പിച്ച് അതുകൊണ്ട് കഴിഞ്ഞു. സാധിപ്പിച്ചില്ലെങ്കിലോ? നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാധ്യമം മാത്രമാണോ ദൈവം? മാത്രമല്ല, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നിങ്ങൾ ഈശ്വരൻ തന്നെ ആയി തീരണം. അതായത് ശിവം ഭൂത്വ ശിവം വ്യജയിൽ, ശിവനെ ഭജിച്ച് ശിവനായി തീരുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ദൈവത്തെ ഓർക്കുന്നുള്ളൂ. അത് കലിയുഗത്തിൻ്റെ ധർമ്മമല്ലേ അത്?
നമുക്ക് ഒരു യുഗത്തിൻ്റെയും ധർമ്മം നല്ലതെന്നും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കലി എന്ന് പറയുന്നത് ഈ പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈശ്വര നിശ്ചയം പോലെ ഉണ്ടാകുന്ന ഒരു ധർമ്മമാണ് കലി. കലിയുഗത്തിൽ ഓരോ ധർമ്മങ്ങളെ പറയുന്നുണ്ട്. കലിക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. ഇതിന് ചക്രത്തിന് വെളിയിൽ ആരുമില്ല, എല്ലാം ചക്രത്തിനകത്താണ്. ഈ സൈക്കിള് എല്ലാവരും റിപ്പീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കലി ആയാലും ഞാനായാലും അങ്ങായാലും വിഷ്ണു ആയാലും ഒക്കെ ആകെ വെളിയിൽ നിൽക്കുന്ന ആൾ മഹാദേവനാണെന്ന് പറയുന്നത്, റഫറി. ബാക്കി എല്ലാവരും ഇതിനകത്താണ്. അപ്പം ആ കലിയുഗത്തിൻ്റെ ധർമ്മമാണ് ഇതൊക്കെ. അത് നടന്നു പോകും, നമുക്ക് തടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ചില ആളുകൾ പറയും നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങനെ ആഗ്രഹ സബലീകരണത്തിന് പോകരുത്, നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ഒരാൾക്ക് ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ക്ഷേത്രങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പോകുമ്പോൾ ആ ആഗ്രഹങ്ങളാണ് നമ്മളെ സ്പിരിച്വാലിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അപ്പം ക്ഷേത്രങ്ങൾ സ്പിരിച്വാലിറ്റിക്ക് എതിരാണ്, അല്ലെങ്കിൽ അതിന് പറ്റിയ വഴിയല്ല, ഒരു മീഡിയ ലെവൽ വരെ മാത്രമേ ക്ഷേത്രങ്ങൾ അതിന് പറ്റൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണ്? പറഞ്ഞുതരാം. അതായത് ഈ കോഴിമുട്ടയില്ലേ, കോഴിമുട്ടയ്ക്ക് അകത്താണ് അതിൻ്റെ കുഞ്ഞ് അല്ലേ? അതെ. കുഞ്ഞ് വിരിയുമ്പോൾ ഈ കോഴിമുട്ടത്തോട് എന്താ ചെയ്യുക? പൊട്ടും. എന്നിട്ട് ഈ കുഞ്ഞ് ഈ കോഴിമുട്ടത്തോട് ഞാൻ പണ്ട് വസിച്ച സ്ഥലമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ല. രാത്രിയിൽ അതിനകത്തൊന്ന് കയറി കിടക്കുന്നുണ്ടോ? ഇല്ല. ഈ കോഴി മുട്ടത്തോട് ഇല്ലായിരുന്നെങ്കിൽ കോഴിയുടെ അവസ്ഥ എന്തായിരുന്നു? ചത്തുപോയേനെ. അപ്പോൾ പ്രൊട്ടക്ഷൻ, ഒരു പരിധി, ഒരു തലം വരെയുള്ള രക്ഷ എന്തായിരുന്നു അതിന്? മുട്ടത്തോടായിരുന്നു. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആദ്യം ഉപേക്ഷിച്ചത് എന്തിനാണ്? മുട്ടത്തോടെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ജീവൻ മുക്തിയോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷേത്രമൊന്നും വേണ്ട. പക്ഷേ ഇന്നത്തെ ആളുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ അവസാനം വരെയും ആ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഭക്തരായി മാത്രം തുടരുകയല്ലേ. ക്ഷേത്രത്തിൽ ജനിക്കണം, ക്ഷേത്രത്തിന് വെളിയിൽ മരിക്കണം എന്ന് പറയാം. ക്ഷേത്രത്തിൽ ജനിക്കാന്ന് വെച്ചാൽ അനുഷ്ഠാനം ക്ഷേത്രത്തിൽ തുടങ്ങണം, പക്ഷെ അനുഷ്ഠാനം ക്ഷേത്രത്തിന് വെളിയിലേക്ക് പോകണം. രാത്രി അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. പക്ഷെ അതിന് ഇന്നത്തെ ക്ഷേത്രങ്ങൾ അതിനൊരു വഴി ഒരുക്കി കൊടുക്കുന്നില്ലല്ലോ. ക്ഷേത്രങ്ങളിലൂടെ തന്നെയാണ് എല്ലാവരും വന്നത്. ആരും ക്ഷേത്രം വിട്ടു വന്നവരല്ല, എല്ലാവരും ക്ഷേത്രത്തിലൂടെ തുടങ്ങിയവരാ. അപ്പം രാമകൃഷ്ണ പരമഹംസർ ക്ഷേത്രത്തിൽ തന്നെയല്ലേ ആദ്യത്തെ അനുഷ്ഠാനം തുടങ്ങി. ആരെ പരിശോധിച്ചു? അല്ല, എണ്ണം വളരെ കുറവാണ്. പക്ഷെ ഭക്തര് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ദേവനെ വരിക, തൊഴുക, ആഗ്രഹം പറയുക, നടന്നാൽ നടന്നില്ലെങ്കിലില്ല, അങ്ങനെ അവരുടെ ജീവിതം അവസാനിപ്പിച്ച് പോവുകയല്ലേ. അപ്പൊ അതിലൊരു ക്ഷേത്രത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതില്ലേ? ആരാധനയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം. അതെല്ലാം ആരാധനാ പദ്ധതിക്ക് ഇത് തന്നെ ആവശ്യമുള്ളൂ. പക്ഷേ ആളുകൾ കുറേയും കൂടി ഇതിനെപ്പറ്റി പഠിക്കണം. എന്തിനാണ് ക്ഷേത്രം, ഞാൻ എന്തിനാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആളുകൾ പഠിക്കണം. അല്ലാതെ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതല്ല. സ്വയമേവ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് അവനവൻ്റെ അനുഷ്ഠാനം ചെയ്ത് മുന്നോട്ട് വരിക, ഇതാണ് ചെയ്യേണ്ടത്. ഒരു പരിധി കഴിഞ്ഞ ആൾക്ക് മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് വലിയ അബദ്ധത്തിൽ കലാശിക്കും. അല്ല, പക്ഷെ അവിടെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് പണത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ബിസിനസ് മാത്രമായി പോവുകയല്ലേ അവിടെ. അത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുക എന്നാണ്, അല്ലെങ്കിൽ ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തുക എന്നാണ്. പക്ഷേ ക്ഷേത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരിക, വഴിപാടുകൾ നടക്കുക, അതിനൊരു പൈസ കൊടുക്കുക, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക, അതൊരു സാമ്പത്തിക ഇടപാടിൽ മാത്രം അവസാനിച്ച് പോകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. നോക്കൂ, ക്ഷേത്രത്തിൽ നമ്മളൊരു കാര്യം നടത്തുമ്പോൾ അതിന് ക്ഷേത്രത്തിൻ്റെതായ ചിലവുകളുണ്ട്. ആ ചിലവ് കൊടുക്കാതെ നമ്മൾ നടത്തിയാൽ അപരിഗ്രഹം എന്നൊരു ദോഷം നമ്മളെ ബാധിക്കും. അപരിഗ്രഹം, അർഹതയില്ലാത്ത കയ്യിൽ വയ്ക്കുക. അപ്പം എനിക്ക് 50 രൂപ തന്നു, അപ്പോൾ ഞാൻ 50 രൂപയ്ക്ക് തുല്യമായൊരു സാധനം കൊടുക്കണം. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങളൊരു പായസം നടത്തി, ആ പായസത്തിന് 100 രൂപയാണ്. ആ 100 രൂപയുടെ പായസം അവിടെ കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചിലവില്ലേ, ആ ചിലവാണ് ആ വാങ്ങുന്നത്. ദക്ഷിണ എന്ന് പറയുന്നത് അതല്ല. ദക്ഷിണ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ഈ കർമ്മത്തെ അനുഷ്ഠിച്ച ആ കർമ്മിക്ക് കൊടുക്കുന്ന ഉപഹാരമായിട്ടോ അല്ലെങ്കിൽ അതിന് പകരമായി കൊടുക്കുന്ന വസ്തുവായിട്ടോ ആണ് ദക്ഷിണയെ കണക്കാക്കേണ്ടത്. ദക്ഷിണയും ഫീസും രണ്ടാണ്. അതായത് ദക്ഷിണ എന്ന് പറയുന്നത്, നമ്മൾ നോക്കൂ, ഒരു ഭൗതികമായൊരു നേട്ടം എനിക്ക് തരുമ്പോൾ ഞാൻ അതിന് പകരമായി നിങ്ങൾക്ക് ആത്മീയമായൊരു വസ്തുവിനെ തരുകയാണ് തിരിച്ചും. അപ്പോൾ അവിടെ ആ കർമ്മബന്ധം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ പരസ്പരം കർമ്മത്താൽ ബന്ധിക്കപ്പെടും.